ഇനി നമ്മുടെ ഡിബേറ്റിൻ്റെ ഫൈനൽ ആൻഡ് ലാസ്റ്റ് ലെഗ് തുടങ്ങാനുള്ള സമയമായി. ആൻഡ് ഫോർ ദാറ്റ് മേ ഐ പ്ലീസ് റിക്വസ്റ്റ് ഓൺ സ്റ്റേജ് മിസ്റ്റർ സന്ദീപ് രാമചന്ദ്രൻ, our moderator for the day. I'm sure they're going to set the final round stage on fire. ഇന്നത്തെ വിഷയം വെടിവെച്ച് കൊല്ലുന്നവർക്കായി കൈയടിക്കണോ അതോ നീതി നിർവഹണത്തിനായി കാത്തിരിക്കണോ? They say hurried justice is buried justice. Before that, രണ്ടാമത്തെ റൗണ്ടിൻ്റെ റൂൾസ് ഇങ്ങനെയാണ്. 1 മിനിറ്റ് സമയം രണ്ടുപേർക്കും കിട്ടും വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ. അതിനുശേഷം 3 മിനിറ്റ്. You have 3 minutes to debate. So let me call upon Hari Krishnan RS from Government College Karyavattam, Adoni T. John from School of International Relations and Political Science, MG University. Hari Krishnan, your 1 minute starts now. പൗരൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം ഏർപ്പെടുത്തുക എന്നുള്ളതാണ് സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുമ്പോഴും കടന്നുകയറ്റങ്ങൾ മൂലം നിലനിൽക്കാനാകാതെ നാട്ടിലേക്ക് ഇറങ്ങി വന്ന് ആക്രമിക്കുന്ന കടുവയെയും ആനയെയും പോലും വെടിവെച്ച് കൊന്നിട്ട് ഒരു പെണ്ണിനെ റേപ്പ് ചെയ്തു കൊല്ലുന്നവന് ശിക്ഷ കൊടുക്കാൻ 20-30 വർഷങ്ങളെടുക്കുന്ന ഒരു നാട്ടിൽ നിന്നുകൊണ്ട് നീതി വൈകിക്കപ്പെടുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിനെ പിന്താങ്ങുവാനുള്ള നമ്മുടെയൊക്കെ മാനവികതയെ കൊന്നുകളഞ്ഞുകൊണ്ട് മാത്രം സമൂഹത്തിൻ്റെ പുരുഷ മേധാവിത്വത്തിൻ്റെ ഭ്രാന്തിനെ പിന്തുണയ്ക്കാൻ മാത്രം അനുവദിക്കുന്ന ഒരു മനോസ്ഥിതിയിൽ നിൽക്കുന്നവർക്ക് മാത്രമേ നീതി വൈകിക്കണം എന്ന് പറയാൻ കഴിയുകയുള്ളൂ. റേപ്പ് ക്യാപിറ്റൽ എന്ന് വിളിക്കാവുന്ന തരത്തിലേക്ക് ഇന്ത്യയുടെ റേപ്പ് കേസുകളുടെ നിരക്ക് ഉയർന്നു കഴിഞ്ഞു. നാഷണൽ ബ്യൂറോ ഓഫ് ക്രൈം റെക്കോർഡ്സിൻ്റെ കണക്ക് പ്രകാരം റേപ്പ് കേസുകൾ റെക്കോർഡ് ചെയ്യപ്പെട്ടതിൽ 32% മാത്രമാണ് ഇന്നോളം കൃത്യമായ വിധിന്യായം നടന്നിട്ടുള്ളത്. ബാക്കി കേസുകൾ മുഴുവൻ ഇവിടെ പെൻഡിങ് ആകുന്നുവെന്നും ഒരു ദിവസം 94 റേപ്പ് കേസുകൾ ഇന്ത്യയിൽ ആകെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുവെന്ന് നാഷണൽ ബ്യൂറോ ഓഫ് ക്രൈം റെക്കോർഡ്സ് പറയുകയും ചെയ്യുന്നിടത്ത് ഇനിയും ഭ്രാന്തന്മാരെ റെഡിയല്ലേ? Your 1 minute starts now. ഒരു കുറ്റകൃത്യമുണ്ടായാൽ അതിന് പ്രതിസ്ഥാനം ആരോപിച്ചുകൊണ്ട് അതിവേഗം അവരെ ഇല്ലാതാക്കുന്നത് അധാർമികമാണ് എന്ന് ഗ്രീക്ക് ചിന്തകനായ ക്ലൈസ്തനിസ് ആണ് പറഞ്ഞു വെക്കുന്നത്. ജസ്റ്റിസ് ഹറീഡ് ഈസ് ജസ്റ്റിസ് ബറീഡ് എന്നതാണ് വാദം. പ്രതികാര നീതിയിൽ അധിഷ്ഠിതമായ റിട്രിബ്യൂട്ടീവ് ജസ്റ്റിസിന് പകരമായിട്ട് പരിവർത്തന നീതിയെ പ്രോത്സാഹിപ്പിക്കുന്ന റിഫോർമേറ്റീവ് ജസ്റ്റിസ് ആണ് ഈ കാലത്തിന് ആവശ്യമായിട്ടുള്ളത്. ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിൻ്റെ 2018 ഓഗസ്റ്റ് 15 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ 65% റേപ്പ് കുറ്റവാളികളും നിരക്ഷരരോ അവർക്ക് മാനസിക വിഭ്രാന്തിയുള്ളവരോ ആണ്. അത്തരത്തിൽ വ്യക്തി സമൂഹത്തോട് ചെയ്യുന്ന കുറ്റം എന്നതിനേക്കാൾ ഉപരിയായിട്ട് ആ കുറ്റകൃത്യം ഉയർന്നു വരുന്ന സാമൂഹിക പരിസരത്തെയാണ് നാം ചികിത്സിക്കേണ്ടത്. MN വിജയൻ ഭാഷ പറയുന്ന ഒരു വാചകമുണ്ട്, നിങ്ങൾക്ക് ചോദ്യം ചോദിക്കുന്ന ഒരു കുട്ടിയെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കാം, പക്ഷേ കുട്ടി ചോദിച്ച ആ ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. നിങ്ങൾ പറയുന്ന നീതിയുടെ സമവാക്യമായിട്ട് വധശിക്ഷയോ കൊലപാതകമോ മാറുമ്പോൾ ഇവിടെ ആൾക്കൂട്ട കൊലപാതകങ്ങൾ. 3 മിനിറ്റ് സമയമുണ്ട്. ഡിബേറ്റ് റെഡിയല്ലേ? Your time starts now. ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട്. നിർഭയ എന്തിന് ആൺ സുഹൃത്തിനൊപ്പം 11 മണിക്ക് ബസ്സിൽ സഞ്ചരിച്ചു എന്ന് ആ ചോദ്യം ചോദിച്ച ആൾക്കൂട്ടമുള്ള ഇന്ത്യയിൽ നിന്നുകൊണ്ടാണ് റേപ്പ് കേസുകളിൽ ഒരുപക്ഷെ റേപ്പിലെ പ്രതികളെ പോലും സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലേക്ക് സ്ത്രീവിരുദ്ധത പറയുന്ന ജനങ്ങളുടെ മുന്നിലേക്ക് നാം നീതിയെ വൈകിക്കുന്ന ഒരു സാധ്യതയെ എടുത്ത് വെച്ചു കൊടുക്കുന്നത്. ഭ്രാന്തനെയാണ് ചികിത്സിക്കുന്നതെന്ന് പറയുമ്പോഴും ആ ഭ്രാന്തന് ഒരു 5 മനുഷ്യരെ കൂടി കൊല്ലാനുള്ള അവസരം വിട്ടുകൊടുത്തുകൊണ്ട് ഭ്രാന്തനെ ചങ്ങലക്കിടാതെ ഭ്രാന്തനെ ചികിത്സിക്കുന്നിടത്താണ് ഇതിലെ സാങ്കേതികമായ ബുദ്ധിമുട്ട് വരുന്നത്. ആസിഡ് അറ്റാക്കിന് ഇരയാകുന്ന വ്യക്തിക്ക് നീതി നൽകുന്നത് തൻ്റെ ദേഹത്ത് ആസിഡ് ഒഴിച്ചവൻ്റെ തലയിൽ പിന്നെയും ആസിഡ് ഒഴിച്ചുകൊണ്ടല്ല, മറിച്ച് ആ ഇരയെ സമൂഹത്തിലേക്ക് തങ്ങളുടെ ഇടയിലേക്ക് ചേർത്ത് വെക്കുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിനോടൊപ്പം തന്നെ സൗത്ത് ഏഷ്യൻ ക്രൈം റെക്കോർഡ്സിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ റേപ്പ് കുറ്റവാളികളിൽ 44% വ്യാജ റേപ്പിൻ്റെ ആരോപണത്താൽ ശിക്ഷ നേടിയെടുത്തവരാണ്, ശിക്ഷ സ്വയം സ്വീകരിച്ചവരാണ്. ചേർത്തുപിടിക്കൽ വലിയ രാഷ്ട്രീയമാണ്. ശിക്ഷ വിധിക്കപ്പെടുന്ന കാലയളവുകളോളം പെൺകുട്ടിയുടെ വീട്ടിലേക്ക് ഇര എന്ന് വിളിച്ചുകൊണ്ട് വേട്ടക്കാരന്മാർ ഇനിയും ഉണ്ടാകുന്ന മുന്നറിയിപ്പാണ് ഇരയെന്ന പദം. അത് പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് കയറി ചെല്ലുകയും റേപ്പ് അവളിൽ അവശേഷിപ്പിച്ച മുറിവിൻ്റെ ആഴം എത്രയെന്ന് ചോദിക്കുകയും ഇരയുടെ മാതാവിൻ്റെ കണ്ണീരൊപ്പുകയും അങ്ങനെ ഇമോഷണൽ ഹൈജാക്കിങ്ങിനെ TRP ആക്കി മാറ്റുകയും ചെയ്യുന്ന മാധ്യമങ്ങളുടെ കച്ചവട സംസ്കാരമുള്ള ഒരു നാട്ടിൽ അവരുടെ കച്ചവടത്തിന് കുടുംബത്തെ കൂടി നമ്മൾ എറിഞ്ഞു കൊടുക്കുന്നുണ്ട് വൈകിക്കപ്പെടുന്ന നീതിയിലൂടെ.
Thank you. അങ്ങ് പറഞ്ഞു വരുന്നത് നാം അറബ് രാജ്യങ്ങളെ മാതൃകയാക്കണമെന്നാണ്. ഒരു സ്ത്രീക്ക് ഡ്രൈവിംഗ് ലൈസൻസ് 1 വർഷം മുൻപ് മാത്രം കിട്ടിയ ഇന്ത്യയേക്കാൾ എത്രയോ പിറകിൽ നിൽക്കുന്ന ഒരു രാജ്യത്തെ എങ്ങനെ നമുക്ക് മാതൃകയാക്കാൻ സാധിക്കും? രണ്ടാമതായിട്ട് പറയുവാനുള്ളത്, ഇന്ത്യയിലെ കാളിറാം വാസ സ്റ്റേറ്റ് ഓഫ് ഹിമാചൽ പ്രദേശ്, പ്രേംകുമാർ ഗുലാട്ടി വാസ സ്റ്റേറ്റ് ഓഫ് ഉത്തർപ്രദേശ് എന്നീ 2 സുപ്രീം കോടതി വിധികളിലും കോടതി വ്യക്തമാക്കുന്നത് പരിവർത്തന നീതിയെ പ്രോത്സാഹിപ്പിക്കുക, ദൈർഘ്യമേറിയ വിചാരണ എന്നുള്ളത്, ഒരു ജീവിത യൗവനം പോലും അഴിക്കുള്ളിൽ അന്യായമായി കിടന്നു പോകരുത് എന്നുള്ള വ്യക്തമായ വിധി പ്രസ്താവനത്തോട് കൂടെ തന്നെയാണ്. ഓക്കെ അഡോണി. കാറ് നയിക്കാത്ത വിദേശ രാജ്യത്തെ പറയുമ്പോഴും കാറിനുള്ളിലിരിക്കുമ്പോൾ ഉനാവോ പെൺകുട്ടി ആക്രമിക്കപ്പെടുന്ന ഒരു ഇന്ത്യയുണ്ട്. വൈകിക്കപ്പെടുന്ന നീതി നമ്മുടെ മുന്നിലേക്ക് എടുത്തു വയ്ക്കുന്ന വലിയ പ്രത്യയ ശാസ്ത്രങ്ങളുണ്ട്. ഒരുപക്ഷെ കോടതിയിലെ അഭിഭാഷകന്മാരെക്കാൾ മുന്നേ നമ്മുടെ ചാനലുകളിലെ വാർത്താ അവതാരകർ കേസിൻ്റെ വിധിന്യായം നടത്തുകയും ആരാണ് പ്രതി എന്ന് കൃത്യമായ ഉത്തരവ് പ്രകടിപ്പിച്ച് അത് ജനങ്ങളുടെ മുന്നിലേക്ക് എടുത്ത് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് ഇവിടെ പ്രശ്നം. അങ്ങിപ്പോഴും ഉന്നാവോ പെൺകുട്ടി എന്ന് തന്നെയാണ് പറയുന്നത്. മറിച്ച് റേപ്പ് എന്നുള്ളത് താങ്കളുടെ കൈയൊടിഞ്ഞാൽ എൻ്റെ കൈയൊടിഞ്ഞെന്ന് പറയും. റേപ്പ് എന്നുള്ളത് എന്തോ വലിയ ഹീനമായ ഒരു സ്ത്രീയുടെ ജീവിതം അവസാനിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീയുടെ അസ്തിത്വം പോലും ഇല്ലാതാക്കാനാണ് താങ്കൾ ഇവിടെ ശ്രമിക്കുന്നത്. അങ്ങ് തന്നെയാണ് നീതിക്ക് വേണ്ടി വാദിക്കുന്നത്. നെല്ലൂരിലെ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ട് നീതി നൽകപ്പെടാതായിട്ട് പോലും അതിലെ പ്രതികൾക്കൊപ്പം നിൽക്കുകയും ആ പെൺകുട്ടിയെ പൊതുവിടത്തിൽ വെച്ച് കൂവി തോൽപ്പിക്കുകയും ചെയ്യുന്ന കേരളമുണ്ടല്ലോ. പേര് വിളിക്കാൻ പോലും ആകാതെ നിർഭയ എന്ന് പേരിട്ടിട്ടും അവൾ ഭയമില്ലാത്തവളായി. സ്ത്രീ ഇന്ന് എത്ര റേപ്പ് കേസ് പ്രതികളെ ഭയപ്പെടുത്തുന്നുണ്ട് എന്ന ചോദ്യമുണ്ട്. ഉന്നാവോ പെൺകുട്ടിക്ക് ഇപ്പുറവും എത്രമേൽ ഇന്ത്യയുടെ റേപ്പ് പെർസെൻറ്റേജ് വളർന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഉന്നാവോ പറയുമ്പോഴും അങ്ങ് മറന്നു പോകുന്നത് ഒരു പേര്, നമ്പി നാരായണൻ. താങ്ക് യു. നല്ലൊരു കയ്യടി for Adoni and Harikrishnan. Shake your hands well. The last 2 finalists, Alka Maria Simon from St. Thomas College, Pala, Akhil D. Varghese from Bishop Moore College, Mavelikara. And your time starts now. The 2013 Justice Verma Committee tells you that the punishment for the kind of rapes, the kind of attacks against women must be implemented both in letter as well as spirit. Coming from a country that has failed the women of the nation, I would say instant justice is the only means of attacking and killing the fear of all the people who've been raped, because we've never stood with the victims. The judicial pendency, the kind of delay that we face in meting out justice to the people around has always aggravated the kind of trauma that a woman has to live with. Because rape is something which is sort of different from all the other political crimes. We have sexual crimes standing on a different balance. We understand that we cannot meet them both with the same judicial system. So if not instant justice, if not fast track courts, we'll still have the women ripped open with both stains of her body as well as scars in her heart. You come from a nation where women cannot walk out in the dark. Thank you, Alka. Ready, Allega? Your 1 minute starts now. ദസ്തോവ്സ്കി തൻ്റെ ഭാര്യയെ കൊന്നതായ ഒരു മനുഷ്യൻ അവളുടെ കല്ലറയുടെ മുമ്പിൽ നിന്ന് ആത്മാർത്ഥമായി കരയുന്നത് കണ്ട് എഴുതി വെച്ച ഒരു വാക്കുണ്ട്. സ്റ്റേറ്റിനോട് നിങ്ങൾ കൊല്ലേണ്ടത് ഇവനെ ആയിരുന്നില്ല, നിങ്ങൾ കുറ്റപ്പെടുത്തേണ്ടത് ഇവനെ ആയിരുന്നില്ല, മറിച്ച് ഇവനുള്ള കുറ്റത്തെയാണ് നിങ്ങൾ ശിക്ഷിക്കേണ്ടതെന്ന്. അവിടെയാണ് വിക്ടർ ഹ്യൂഗോ എന്ന് പറയുന്നതായ മനുഷ്യൻ ഉയർത്തിപ്പിടിക്കുന്ന വലിയ ആശയങ്ങൾ വരുന്നത്. പാവങ്ങൾ എന്ന് പറയുന്നതായ നോവലിൽ ജീവഞ്ഞാൽ റൊട്ടിക്കഷ്ണം മോഷ്ടിച്ചതിൻ്റെ പേരിൽ ജയിലിലാകുന്നു. അതിനുശേഷം അയാൾ വീണ്ടും മെഴുതിരിക്കാലികൾ മോഷ്ടിക്കുമ്പോൾ ബിഷപ്പ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇവനൊരിക്കലും കുറ്റവാളിയല്ല, മറിച്ച് ഇവൻ എൻ്റെ സഹോദരനാണ് എന്ന്. അപ്പോൾ ജയിലുകൾ ഒരിക്കലും വധിക്കുവാനുള്ള ഇടങ്ങളല്ല, മറിച്ച് പുനരധിവാസം കൊണ്ടുവരേണ്ട ഇടങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കൊല്ലുന്ന നീതിയെയല്ല നമുക്ക് വേണ്ടിയത്, പുനരധിവാസത്തിലൂടെ മനുഷ്യനെ മാറ്റിമറിക്കുന്ന, മനുഷ്യരെ ചേർത്ത് പിടിക്കുന്ന നീതിയാണ് ആവശ്യമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം പറയേണ്ട ഒരു കാര്യമുണ്ട്, ലൈംഗിക അരാജകത്വം എന്ന് പറയുന്നത് കേവലം ഒരു മാനസികപരമായ അസുഖമാണെന്ന് മനസ്സിലാക്കി നിങ്ങൾ കല്ലെറിയേണ്ടതും കൊല്ലേണ്ടതും ചങ്ങലക്കിടേണ്ടതും ഭ്രാന്തനെയല്ല, മറിച്ച് പ്രോപ്പർ സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുക. ഡിബേറ്റ് റെഡി അല്ലേ? Yes. And your time starts now. To my very worthy opponent, I would raise a very simple question of how far are you capable of judging the psychology of any individual? How can you tell us that reformation is something that can be static? See, reformation is something that changes with time because we are humans. How would you address the situation, sir?
യെസ് അഖിൽ. ലൈംഗിക അരാജകത്വം എന്നത് ഭ്രാന്തമായ ഒരു അവസ്ഥയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഭ്രാന്തനായ ഒരു മനുഷ്യനെ കൊല്ലുകയല്ല, അവനെ ചികിത്സിക്കുകയാണ് വേണ്ടിയത്. അപ്പോൾ റേപ്പ് ചെയ്യുന്നതായ ഒരു മനുഷ്യനെ നിങ്ങൾ വെടിവെച്ച് കൊല്ലുകയല്ല വേണ്ടിയത്, മറിച്ച് വ്യക്തമായ രീതിയിൽ അവന് ലൈംഗിക വിദ്യാഭ്യാസം കൊടുക്കാത്ത സമൂഹത്തെയാണ് നിങ്ങൾ വെടിവെക്കേണ്ടത് എന്ന് ഞാൻ പറയുന്നു. Okay. I would kindly remind my opponent that all the rapists that we are speaking of are people who are quite past their adolescence. They are people who have had their own education, their own mechanism of learning, and now this is like keeping more manure on a fully grown coconut tree, sir. You have to amend it. We have to provide instant justice and not try amending. All right, Alka. ഇന്ത്യൻ ഭരണഘടന പരിശോധിക്കുമ്പോൾ CRPC 46 പ്രകാരം പോലീസിന് ഒരു മനുഷ്യനെ കസ്റ്റഡിയിൽ എടുത്തതിന് ശേഷം കൃത്യമായി FIR എഴുതി അവനെ കോടതിയുടെ മുമ്പിൽ എത്തിക്കുകയാണ് വേണ്ടിയത്. അല്ലാതെ അയാളെ ഉപദ്രവിക്കുവാനോ കൊല്ലുവാനോ പോലീസിന് അധികാരമില്ല എന്ന് IPC വ്യക്തമാക്കുമ്പോൾ IPCക്ക് പകരം ആൾക്കൂട്ട നീതികളെ പ്രീതിപ്പെടുത്തുന്ന ഹമുറാബി കോഡ് വേണമെന്ന് എന്റെ സുഹൃത്ത് പറയുന്നത് ജനാധിപത്യ വിരുദ്ധവും എന്റെ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് Okay, Akhil. Okay. Yes, Alka. I shall kindly remind my opponent of the fact that we have something called the Prison Statistics of India 2015, which tells us, according to the NRCB report, that almost 67.2% of the prison population is under trial prisoners. Why are we wasting the tax of a nation to feed people who are of no use to the earth, if only more harm? ഇവരെ എന്തിനു വേണ്ടി തീറ്റിപ്പോറ്റുന്നു എന്ന് എന്റെ സുഹൃത്ത് ചോദിക്കുമ്പോൾ ഗോഡ്സെ കുറ്റക്കാരനായിരുന്നുവെന്ന് ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടതാണ്. അജ്മൽ കസബിന്റെ ചിത്രം വ്യക്തമായി CCTVയിൽ പതിഞ്ഞതാണ്. എന്നാൽ മനുഷ്യാവകാശം എന്ന് പറയുന്നതായ ആകാശം ഭരണഘടനയ്ക്കും അതീതമാണെന്നും നിങ്ങൾ പറയുന്ന നീതിന്യായ വ്യവസ്ഥകളുടെയും ആൾക്കൂട്ട നീതികൾക്കും മുകളിലാണ് മനുഷ്യാവകാശം എന്ന വലിയ ആകാശം എന്ന തിരിച്ചറിവിലാണ് ഗോഡ്സെ 1.5 വർഷം ജയിലിലിട്ട് കൃത്യമായി വിചാരണയ്ക്ക് ശേഷം ശിക്ഷിച്ചത്. Okay, yes, Alka. I'll kindly remind my opponent the fact that he's less human. And why do you want to profess human rights to a man who took away the humaneness from a woman rather very brutally? ഒരു മനുഷ്യൻ മൃഗീയനായി മനുഷ്യനല്ലാതെയാകുമ്പോൾ സ്റ്റേറ്റ് തന്നെ പൈശാചികമായ അവനെ പിടിക്കുന്ന പിടിയിൽ കൊല്ലണം എന്ന് നിങ്ങൾ പറയുന്നത് വ്യക്തമായ ഭരണഘടനാ ലംഘനമാണ്. അതോടൊപ്പം ഖിലാഫത്ത് മൂവ്മെന്റിനെതിരെ ഗാന്ധി പ്രതിഷേധിച്ച് 100 വർഷങ്ങൾ തികയുന്നതായ ഈ സമയത്ത് പിടിച്ചുകൊണ്ടുവരുമ്പോൾ കോടതിയിൽ എത്തിക്കാണ്ട് വെടിവെച്ച് കൊല്ലണം എന്ന് പറയുന്നത് ഗാന്ധിയെ എതിർക്കുന്നതിന് തുല്യമല്ലേ? Thank you. Yes, Alka. I guess we come from a land of not just Gandhis. We have enough Bhagat Singhs. We have enough revolutionaries who said that let us not wait for things to change. Let's move forward and change things. And I was thinking about the fact that it is not trying to have a revenge. Justice is definitely not revenge. I don't want the rapist to be raped. I want him to be killed. ലക്ഷ്യം തെറ്റാണെങ്കിൽ മാർഗം Thank you. പാപമാണ് എന്നാണ് Thank ഗാന്ധി you. പറഞ്ഞിരിക്കുന്നത്. Thank you. Okay, first and foremost, I would like to call on stage the Kerala Blasters head coach, Elko Shaturi. Joining him on stage will be none other than Sahal Abdul Samad. Ready for the next person to join us on stage. And of course, joining this lovely trio would be none other than the Giselle Cordero from Goa. So here you have it, ladies and gentlemen, our fantastic players from the Kerala Blasters team. What a show this season. First of all, thank you for welcoming us. Secondly, I am from Holland and we are really good in debating. We think we know everything, so I think I came to the right spot. That's information. Thank you. അപ്പോൾ നമുക്ക് പറ്റിയ ആളാണ്. So your idea on debate, unfortunately, you missed a majority of the content that was played here. So we won't really bore you with a lot of debate. Who is your favorite in terms of football? If you have a favorite, who would that be? I'm a big attacking football-minded coach. Lionel Messi is my favorite player. May I request Mr. Shyam Srinivasan to kindly join us on stage. He's the MD and CEO of Federal Bank, the man who always smiles. Elko Shaturi! Thank you so much. All right, so we are coming closer to the time where we announce our winner.
And I would like to call on stage our esteemed guests, starting with Miss Grace Elizabeth Koshi. She's the chairperson of Federal Bank. Joining her would be Mr. Shyam Srinivasan, sir. The always smiling, the strong pillar of support. Thank you, ma'am. Next, I would like to call on stage Mr. Jose K. Matthew. Joining him would be Mr. Raju Hormis, Mr. C. Suresh Kumar, the regional head of Madhrubhumi Alapura, and of course our gorgeous Aishwarya Lakshmi. Can we please have you again on stage? I request Ms. Grace ma'am to kindly deliver the keynote address of this spectacular event. I think today is not really a day for speeches. It's a day for celebration. It's been like a festival. And my sincere congratulations to all the wonderful students who have made it here. Federal Bank is proud of each one of you. Not just the winners, but each one of you who participated and made it such a joy for all of us who were hearing you, watching you, absolutely mesmerized by what you did. Thank you so much. That's an honor for us to know. This is the Federal Bank Speak for India 2019. And here we have the pillars that have created this event and making it the spectacular for 6 years in a row. Thank you so much, Aishwarya, for coming. I request Mr. Jose sir to kindly hand over the memento to Aishwarya. So it's time to announce the runners up. Proud to announce the runner-up, Adoni T. John. Adoni T. John is the runner-up of Federal Bank Speak for India 2019. Woo! I request her to kindly come forward and give away the cash prize of 1 lakh rupees. Cash prize of 1 lakh rupees, a college reward of 20,000. This is what dreams are made of. Congratulations, Adoni. Truly deserving. Okay, I request Mr. Shyam Srinivasan to kindly announce the name of the winner. Should I? Alka Maria Simon. Alka Maria Simon from St. Thomas College, Pala. A beautiful winner for Federal Bank Speak for India 2019. Association with Madhrubhumi's Red Mic Events. Aishwarya Lakshmi is handing over the trophy. Woo! Congratulations, Alka. Cash prize 1,50,000 rupees. 1,50,000 rupees and college in a reward of 25,000 rupees. St. Thomas College, Pala, Urubadu Nandi for all your support throughout the audition process, initial stages, and here is your certificate. She also wins a scholarship of rupees 50,000. Such a spectacular moment. Congratulations, Alka. Truly, truly deserving. Come on, everybody just give it. This is your winner here. The winner of Federal Bank Speak for India 2019. And now it's time to give away the consolation prizes as well. Yeah, the consolation prizes, there are 5 of them, and I'm going to give you the first name. Anushruti SS, Government Law College, Trivandrum. Anushruti SS, Government Law College, Trivandrum. Here is the trophy and consolation prize in the award honor 25,000 rupees. 75,000 കുട്ടികളെ മാറ്റി മറിച്ച് ഇതാ ഇവിടെ നമ്മുടെ finalists and the winners and the consolation prize winners are standing in front of you. It's a lot of dedication, lot of preparation, lot of hard work. Congratulations. രണ്ടാമത്തെ പേര് അനൗൺസ് ചെയ്യാൻ പോകുന്നു.
This is Archana Prakash, Government Law College, Thrissur. Congratulations, Archana. This is the certificate. And we also kindly request you to give away the cash prize of 25,000 rupees. Anusha AS, University College, Trivandrum. Congratulations, Anusha. Trophy, highly deserving. All yours. Your certificate. And your consolation prize of 25,000. Congratulations, Anusha. Akhil D. Verghese, Bishop Moore College, Mavelikara. So the last one goes to Hari Krishna Naris, Government College, Karyavattam. And now I request our three judges to kindly join us on stage. Along with that, we would also like the team, the cast and crew who have come all the way. ദയവായി ഒന്ന് സ്റ്റേജിലേക്ക് വരണം. And a very silent but a very effective and a powerful star, Dr. Anup. I also request you to kindly join us on stage. ഒരു പിക്ചർ പെർഫെക്റ്റ് മൊമെന്റ് ആണ് നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത്. This is the Federal Bank Speak for India 2019. The 8 finalists are stakeholders and each and every person who has contributed. What a spectacular moment.